മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഏറ്റെടുത്ത റിപ്പോർട്ട് ഡ്രഡ്ജിംഗ് നടത്തുമെന്ന കരാർ ലംഘിച്ച അദാനി ഗ്രൂപ്പിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് ലത്തീൻ വികാരി ജനറൽ യൂജിൻ പെരേര ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് അടൂർ പ്രകാശ് MP റിപ്പോർട്ട് ലൈവത്തോണിൽ പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. മുതലപ്പുഴയിൽ വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ടർ TV ഏറ്റെടുത്തു. ദുരിതത്തിന്റെ നേർക്കാഴ്ച റിപ്പോർട്ടർ ലൈവത്തോൺ വിശദമായി ചർച്ച ചെയ്തു. വാക്കുപാലിക്കാത്ത അദാനിയെ പ്രതി ചേർത്ത് ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര ആവശ്യപ്പെട്ടു. ഈ മുതലപ്പുഴയിൽ അദാനിയും കേരള സർക്കാരും തമ്മിൽ തയ്യാറാക്കിയിരിക്കുന്ന കരാർ പ്രകാരം അവിടെ മുതലപ്പുഴയിൽ ഡ്രഡ്ജ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് അടിയന്തരമായി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്തോ ഈ അദാനിയെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കാനായിട്ട് ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. കേരള സർക്കാർ അദാനിയെ പ്രതി ചേർത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. മുതലപ്പുഴ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സ്ഥലം MP കൂടിയായ അടൂർ പ്രകാശ് റിപ്പോർട്ടർ ലൈവത്തോണിൽ പ്രതികരിച്ചു. ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ അത് ചെയ്യാതെ ഇന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അനീതിക്കെതിരെ തീർച്ചയായിട്ടും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഇത് വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ട നടപടികൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. അതേസമയം മുതലപ്പുഴ ദുരന്തത്തിൽ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, സിസഫും അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ്, അത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടന, ഒരു സ്ഥാപനമാണ്. അവരാണ് സംസ്ഥാന സർക്കാരിനെ അതിനുവേണ്ടി സഹായിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. മുതലപ്പുഴയിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് നിത്യസംഭവമായി മാറുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ടറിന്റെ ഇടപെടൽ. വാക്കുപാലിക്കാത്ത അദാനി ഗ്രൂപ്പിനെതിരെ ഇനിയെങ്കിലും സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.